ക്രിസ്തീയ സോദരി 2024 ജനുവരി ഫെബ്രുവരി ലക്കം ഓഡിയോ വേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എഡിറ്റോറിയൽ: ആശയവിനിമയത്തിൻ്റെ ഉദാത്ത മാതൃക. എഴുതിയത് ലൗലി ജോർജ്. ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരമാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്നു. സംസാരം കൂടുമ്പോൾ പിഴവുകളും സംഭവിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ സുദൃഢമായ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് ആശയവിനിമയം. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തയോ വികാരമോ ആശയങ്ങളോ ഫലപ്രദമായി മറ്റൊരാളുടെ ഹൃദയത്തിൽ എത്തിക്കുക എന്ന മനോഹരമായ ഒരു കലയാണ് ആശയവിനിമയമെന്ന് ഈ അടുത്ത സമയത്ത് വായിക്കുകയുണ്ടായി. 5 സ്നേഹഭാഷകൾ, ജോർജ് കോശി മൈലപ്ര, DC ബുക്സ്. ആശയവിനിമയത്തിലെ പിഴവുകൾ കൊണ്ട് ജീവിതത്തിൻ്റെ താളം മാറി ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നവരാണ് മിക്കപേരും. നാവ് നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നതാണ് പല അപകടങ്ങൾക്കും കാരണം. നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും വരാതെ സൂക്ഷിക്കാനാവും. മനുഷ്യബന്ധങ്ങളുടെ എല്ലാ തലങ്ങളിലും, അത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, ഔദ്യോഗിക രംഗങ്ങളിലും സാമൂഹിക മേഖലകളിലും ആത്മീക കൂട്ടായ്മകളിലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആശയവിനിമയം ശരിയായി വിനിയോഗിക്കുന്നതിലുണ്ടാകുന്ന അപജയമാണ്. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിൽ സംസാരം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകളിലൂടെയാണ് നാം ആരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. യഹൂദന്മാർ യേശുവിനെ മഹാപുരോഹിതൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്രോസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ നടുമുറ്റത്ത് തീ കത്തിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ കൂടെയിരുന്നു. ബാല്യക്കാരത്തിയായ ഒരു സ്ത്രീയടക്കം ചിലർ നീയും ആ കൂട്ടത്തിലുള്ളവനല്ലയോ എന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ, ഞാൻ ആ കൂട്ടത്തിലുള്ളവനല്ലെന്നും എനിക്കവനെ അറിയില്ലെന്നും നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്നും പറഞ്ഞ് പത്രോസ് ക്രിസ്തുവിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്: നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ. ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ അവരുടെ മുമ്പിൽ തകർത്തഭിനയിക്കുന്ന പത്രോസിന്റെ വാക്കുകളിൽ നിന്നും അയാൾ ആരാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ വാക്കുകൾ നമ്മെ വെളിപ്പെടുത്തും. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആശയവിനിമയത്തിന് ഉദാത്തമായ മാതൃക ക്രിസ്തു തന്നെയാണ്. കർത്താവ് സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാം ധാരാളം ജനങ്ങൾ തന്നെ അനുഗമിച്ചിരുന്നു. ഗുരു എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന സാഹചര്യവും അവർക്കിടയിലുണ്ടായിരുന്നു. തൻ്റെ അടുക്കൽ വരുന്നവരെ എല്ലാവരെയും അവിടുന്ന് അറിഞ്ഞിരുന്നു. അവർക്ക് അവിടുന്ന് ആശ്വാസകനും സഹായകനുമായിരുന്നു. മാത്രമല്ല, അവിടുന്ന് മൊഴിയുന്ന ലാവണ്യ വാക്കുകൾ അവരിൽ ആശ്ചര്യം ഉളവാക്കിയിരുന്നു. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകരും നമ്മുടെ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിത്യജീവന്റെ മൊഴികളാണ് ആ നാവിലുള്ളത്. അവിടുത്തെ വചസ്സുകൾ എന്നും മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസമാണ്. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആശയവിനിമയത്തിൽ നാം പരാജയപ്പെടുന്നവരാണോ? ആശയവിനിമയം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ശരിയായ ആശയവിനിമയത്തിലുള്ള വഴികൾ എന്തെല്ലാമെന്നും നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഈ വിഷയം നാം പഠിക്കുക തന്നെ വേണം. കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയ്ക്കും നമ്മുടെ കുട്ടികൾ ഉയരങ്ങൾ കീഴടക്കുന്നതിനും വ്യക്തിബന്ധങ്ങളുടെ നിലനിൽപ്പിനും ഈ പഠനം സഹായകമാകും. ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില ചിന്തകളുമായാണ് ക്രിസ്തീയ സോദരി ഈ ലക്കം വായനക്കാരിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം ക്രിസ്തീയ സോദരിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനം നൽകുകയും സോദരിയെ സ്നേഹിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ബഹുമാന്യ വായനക്കാർക്ക് ക്രിസ്തീയ സോദരിയുടെ പുതുവത്സരാശംസകൾ. അമ്മയറിയാൻ, അറിയാം, അടുത്തറിയാം നമ്മുടെ കുട്ടികളെ. എഴുതിയത് ഡോക്ടർ ഗ്രേസ് ജോൺസൺ. ഒരു വ്യക്തിയിൽ നിന്ന്
മറ്റൊരാളിലേക്ക് വിവരങ്ങളും ധാരണകളും കൈമാറുന്നതിനെ ആശയവിനിമയം എന്ന് നിർവചിക്കാം. കുട്ടികളുടെ മുഖം വാടിയിരിക്കുമ്പോഴും അവർ സന്തോഷിക്കുമ്പോഴുമെല്ലാം എന്താണ് കാരണമെന്ന് ചോദിക്കുന്നത് നല്ല ആശയവിനിമയത്തിൻ്റെ ലക്ഷണമാണ്. ഇത്തരം ആശയവിനിമയം നടക്കാതെ വരുമ്പോഴാണ് കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കൾ വീണ്ടും അവരോടൊപ്പം ശൈശവ ബാല്യ കൗമാരത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് മാതാപിതാക്കൾ ആശയവിനിമയം നടത്തണം. അല്ലെങ്കിൽ അവർ മനസ്സു തുറന്ന് സംസാരിക്കാൻ തയ്യാറാവില്ല. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള നല്ല ബന്ധം അനിവാര്യമാണ്. കുട്ടികൾക്ക് മാതാപിതാക്കളോടെന്ന പോലെ മാതാപിതാക്കൾക്ക് കുട്ടികളോടും ബഹുമാനവും അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന നല്ല പെരുമാറ്റവും നൽകാനാവും. മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന കരുതലും സ്നേഹവും ബഹുമാനവും കുട്ടിയുടെ വളർച്ചയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ പരസ്പര ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുട്ടികളെ മാതാപിതാക്കൾക്ക് ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിൻ്റെ മസ്തിഷ്ക വികസനവും സ്വഭാവവും തീരുമാനിക്കുന്നത് മാതാപിതാക്കളും കൂടെയുള്ള സഹോദരങ്ങളുമാണ്. ചെറിയ പ്രായം മുതൽ തന്നെ ശ്രദ്ധ ചെലുത്തിയാൽ കുട്ടികളിൽ ഫലപ്രദമായ ആശയവിനിമയം വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിയും. മാതാപിതാക്കളെക്കുറിച്ചുള്ള മിക്ക കുട്ടികളുടെയും മുഖ്യ പരാതി അവർ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. എന്നാൽ അത് കുട്ടികളുടെ മാത്രം പരാതിയല്ല. മാതാപിതാക്കൾക്ക് കുട്ടികളെക്കുറിച്ചും മിക്കപ്പോഴും ഇതേ പരാതി തന്നെയാണുള്ളത്. മാതാപിതാക്കൾ അവരുടെ ആദ്യകാലങ്ങളിൽ തന്നെ തങ്ങളുടെ കുട്ടികളെ അടിസ്ഥാനപരമായ ആശയവിനിമയ കഴിവുകൾ പഠിപ്പിക്കാൻ തുടങ്ങുകയും അവർ വളരുന്നതിനനുസരിച്ച് ആ കഴിവുകൾ വികസിപ്പിക്കുകയും വേണം. മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശം കൂടാതെ കുട്ടികൾക്ക് അനുയോജ്യമായ ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് ഒരു വലിയ തെറ്റാണ്. കുഞ്ഞുങ്ങളെ ശൈശവം മുതൽ നല്ല സ്വഭാവം പരിശീലിപ്പിക്കുക എന്നത് കഠിനാധ്വാനം തന്നെയാണ്. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള മാധ്യമമാണ് ഭാഷ. ഭാഷാവികാസം എന്നത് കുട്ടികൾ ഭാഷ മനസ്സിലാക്കുകയും അതുപയോഗിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ്. സ്നേഹത്തോടെ നിത്യവും പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ തഴച്ചു വളരുകയും പുഷ്ടിപ്പെടുകയും ചെയ്യുന്ന ഇളം ചെടികൾ പോലെയാണ് കുട്ടികൾ. ജനനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കുട്ടികളിൽ ഭാഷാവികാസം ആരംഭിക്കുന്നു. കുട്ടികളിലെ ഭാഷാവികാസം വളരെ പ്രാധാന്യമുള്ളതാണ്. കൗമാരക്കാരായ കുട്ടികളുമായി ആശയവിനിമയം നടത്തുന്ന രക്ഷിതാക്കൾക്ക് മികച്ച ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കാൻ അവരെ സഹായിക്കാനാകും. കൗമാരക്കാരുമായി ആശയവിനിമയം നടത്താൻ കഴിയില്ല എന്ന് വിചാരിക്കരുത്. തീർച്ചയായും അത് സാധ്യമാണ്. മാതാപിതാക്കളുടെ സമീപനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രം. കുട്ടികളുടെ മൊത്തത്തിലുള്ള വികസനം രൂപപ്പെടുത്തുന്നതിൽ ആശയവിനിമയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ കുട്ടികളുമായി ഫലപ്രദമായ ആശയവിനിമയത്തിന് മുൻഗണന നൽകുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ഭാവി വളർച്ചയ്ക്കും വിജയത്തിനും ശക്തമായ അടിത്തറ നൽകാൻ കഴിയും. സൽസ്വഭാവമുള്ള മക്കളെ വളർത്തിയെടുക്കാനും പെരുമാറ്റ വൈകല്യങ്ങൾ തടയാനും മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. സംഭാഷണം. അവരുടെ ചിന്തകളും അനുഭവങ്ങളും ആശയങ്ങളും പങ്കിടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. സംസാരിക്കാനുള്ള ഊഴത്തിനായി കാത്തിരിക്കാനും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുക. സദസ്സിന് മുന്നിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ഇതവരെ സഹായിക്കും. ആശയവിനിമയങ്ങൾ വികസിപ്പിക്കാൻ പരിശീലിക്കാനും വിലയിരുത്താനും വേഗത്തിൽ ചിന്തിക്കാനും അഭിപ്രായങ്ങൾ മാന്യമായി പ്രകടിപ്പിക്കാനും പൊതുവായ ലക്ഷ്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ചൂടേറിയ സംഭാഷണങ്ങളിൽ സമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. ഒരു സംഭാഷണത്തിൽ മാന്യമായി പ്രവേശിക്കുന്നതിനുള്ള കലയും ആരെങ്കിലും സജീവമായ സംഭാഷണത്തിൽ ചേരുമ്പോൾ പെരുമാറേണ്ട ശരിയായ രീതിയും മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ പരിശീലിപ്പിക്കണം. കേൾവിക്കാരാകാം. മാതാപിതാക്കൾ ഉചിതമായ ശ്രവണ സ്വഭാവം മാതൃകയാക്കേണ്ടതുണ്ട്. അതുവഴി കുട്ടികൾ ശ്രദ്ധയോടെ കേൾക്കാനും ഉചിതമായി പ്രതികരിക്കാനും പഠിക്കും. എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനമ്മമാരോട് പറയാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ കുട്ടിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾ ഊഴമുണ്ടെന്ന് ഉറപ്പാക്കുക. ശരിയായ നേത്ര സമ്പർക്കം പുലർത്തുക. അവരുടെ സജീവ പങ്കാളിത്തത്തിന് വിലമതിപ്പ് പ്രകടിപ്പിക്കുക. നല്ല ആശയവിനിമയവും
മാതാപിതാക്കൾ കേൾവിക്കാരാണെന്ന ബോധ്യവും ഉണ്ടെങ്കിൽ അനുസരണത്തോടെ വളർത്താൻ സാധിക്കും. പ്രചോദനം: നല്ല കാര്യം ചെയ്താൽ അതിനെ അപ്പോൾ തന്നെ വേണ്ട വിധം അഭിനന്ദിക്കണം. കൂടുതൽ ഉയരത്തിലെത്താൻ പ്രചോദനം നൽകണം. അഭിനന്ദനവും വിമർശനവും കൃത്യമായ അളവിലും രീതിയിലുമാണ് കുട്ടികൾക്ക് നൽകുന്നതെങ്കിൽ അവരുടെ സ്വഭാവം നേർവഴിയിലാക്കാം. വാക്കുകൾ എപ്പോഴും പ്രചോദനമാകണം. കുട്ടികളെ മറ്റുള്ള കുട്ടിയുമായി താരതമ്യപ്പെടുത്താതിരിക്കുക. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് മാതൃക മാതാപിതാക്കളായിരിക്കാം. നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവമായി മാറുന്നത്. നമ്മുടെ കുട്ടികളെ എപ്പോഴും അടുത്തറിയുക. മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റവും കുറവുകളും കുട്ടികളുടെ ഉള്ളിൽ കുത്തിവയ്ക്കാതിരിക്കുക. ചെറുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട പ്രധാന പാഠങ്ങളിലൊന്നാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത്. നല്ല സുഹൃത്തായിരിക്കുക. കുട്ടികളുമായി ആശയവിനിമയം എന്നും ചെയ്യുക. എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനമ്മമാരോട് പറയാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കണം. വീക്ഷണം: ശരിയായി സംസാരിക്കൂ, ബന്ധങ്ങൾ സുദൃഢമാക്കാം. എഴുതിയത് ഷൈനി അഭിലാഷ്. പ്രഭാത കിരണങ്ങൾ അങ്ങിങ്ങി വീശി വരുന്നതേയുള്ളൂ. ഒരു ചായയുമിട്ട് കണ്ണും തിരുമി ഉമ്മറത്തേക്ക് വരുമ്പോഴാണ് ചായക്കോപ്പയിലെ ചൂടിനേക്കാൾ നല്ല ചൂടുള്ള വാർത്തയുമായി പത്രക്കാരൻ്റെ വരവ്. മിക്ക ദിവസവും ആദ്യം കണ്ടുമുട്ടുന്ന വ്യക്തിയും അദ്ദേഹം തന്നെയായിരിക്കും. ഇപ്പോഴത്തെ പത്രവിതരണക്കാരൻ പുതിയതായി ഈ ജോലിയിൽ പ്രവേശിച്ചിട്ട് അധികമായിട്ടില്ല. സ്ഥിരമായി പത്രം മുറ്റത്തേക്കെറിഞ്ഞ് അതിവേഗം ബഹുദൂരം എന്ന രീതിയിൽ അടുത്ത വീട് ലക്ഷ്യമാക്കി ഓടും. മുറ്റത്ത് വീണ് കിടക്കുന്ന പത്രം വേഗം പോയി എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് പെയ്യുന്ന മഴയിൽ ചൂടുവാർത്ത നനഞ്ഞു കുളിക്കും. എന്തായാലും ഇതേക്കുറിച്ച് പത്രക്കാരൻ ചേട്ടനോട് പറയണമെന്ന് തന്നെ തീരുമാനിച്ചു. അദ്ദേഹം തിരികെ വരും വഴി ഞാൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, നാളെ മുതൽ പത്രം ഇടുമ്പോൾ ചെറുതായൊന്നും മടക്കി ആ വരാന്തയിൽ എത്താൻ പാകത്തിനൊന്ന് ഇട്ടേക്കണേ. ഒരു മാസ്റ്റേഴ്സ് അത്ലറ്റിക്കിൽ ജാവലിൻ എറിയാൻ അവസരം കിട്ടിയാൽ ഇതൊരു പ്രചോദനമാകട്ടെ. ചേട്ടൻ തലകുലുക്കി നന്നായി ഒന്ന് ചിരിച്ച് സമ്മതമറിയിച്ചു മടങ്ങി. പിറ്റേന്നു മുതൽ പത്രം റബ്ബർ ബാൻഡ് ഇട്ട് വരാന്തയിൽ വന്ന് വീഴാൻ തുടങ്ങി. ഇപ്പോൾ പത്രത്തോടൊപ്പം ഒരു റബ്ബർ ബാൻഡ് ഫ്രീ. വീട്ടിലെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമല്ലോ. ഞാനും ഹാപ്പി, അദ്ദേഹവും ഹാപ്പി. നല്ല ആശയവിനിമയം കൊണ്ട് സത്യത്തിൽ നമുക്ക് ഉപകാരം മാത്രമേയുള്ളൂ. എന്നാലും നാം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നതുപോലെ നേരം വെളുക്കുമ്പോൾ മുതൽ അങ്ങ് തുടങ്ങും. നമ്മുടെ വീട്ടിൽ ഏറ്റവും മൂർച്ചയേറിയ ഉപകരണങ്ങൾ നാം എത്ര സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ നാം എന്ന മൂർച്ചയേറിയ ആയുധത്തെ നാം യാതൊരു നിയന്ത്രണവുമില്ലാതെ വിടുകയല്ലേ പലപ്പോഴും ചെയ്യുക. നാം നേരിട്ട ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ അത് സംഭവിച്ചത് 80% ആശയവിനിമയത്തിലെ അപജയം കൊണ്ട് തന്നെയായിരിക്കും. എങ്ങനെയാണ് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ കണക്കെയുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക? ദൈനംദിന ജീവിതത്തിലെ സംഭാഷണം പഠിച്ചു പറയേണ്ടതാണോ? നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതുവരെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മോശം വാക്കുകളും തീർച്ചയായും കുഴിച്ചിടേണ്ടതാണ്. എന്നിട്ടും എവിടെയൊക്കെയോ വാക്കുകൾ കൈവിട്ടു പോകുന്നു. പോയ കല്ലും വാക്കും തിരിച്ചെടുക്കാനാവില്ല എന്നാണ് പഴമൊഴിയെങ്കിൽ ഇവിടെ നാം നമ്മെ തന്നെ അറിയുക എന്നതാണ് ഏറ്റവും നല്ല പോംവഴി. ഒപ്പം മറ്റുള്ളവരെയും. നിറയെ വൈവിധ്യങ്ങളോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ആശയവിനിമയം ചെയ്യുന്നുണ്ട്. എങ്കിലും മനുഷ്യനാണ് അതിൻ്റെ ഏറ്റവും നല്ല കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകണം നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ഉപ്പുകൊണ്ട് രുചി വരുത്തണം എന്നെല്ലാം തിരുവചനം നിഷ്കർഷിച്ചിരിക്കുന്നത്. നമ്മുടെ സംഭാഷണത്തെ ശരിയായ രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് നിർത്താതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നേർരേഖയിൽ സംഭാഷണത്തെ കൊണ്ടുവരണം. എന്നാൽ അധികവും നമ്മുടെ സംഭാഷണങ്ങൾ വിരുദ്ധ സംഭാഷണമായി മാറുകയാണ്. മാറ്റങ്ങൾ അനിവാര്യമായ ഈ ലോകത്തിൽ നല്ല സംഭാഷണ രീതി അവലംബിക്കാം. മെച്ചമായ ആശയവിനിമയത്തിലൂടെ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വേദപഠനം ഫലം കായ്ക്കുക. എഴുതിയത് ഫാനി സ്റ്റാൻലി. ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥന് ധാരാളം സന്തോഷമുണ്ടാക്കുന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, മരങ്ങൾ പുഷ്പിച്ച് തോട്ടം മുഴുവനും മനോഹരമായി പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം. 2, കായകൾ പഴുത്ത് പാകമാക്കുന്ന സന്ദർഭം. അതുപോലെ ആത്മീക ജീവൻ പ്രാപിച്ച വിശ്വാസി
ദൈവകൃപ അനുഭവിക്കുന്ന അവസ്ഥയും അവൻ പ്രാപിച്ച കൃപ ആത്മീക ഫലങ്ങളായി രൂപാന്തരപ്പെടുന്ന അവസ്ഥയും എന്നിങ്ങനെ 2 സന്ദർഭങ്ങൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലുണ്ട്. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഓരോ കൊമ്പും മുന്തിരിവള്ളിയിൽ വസിക്കണം, വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23. ആത്മാവിൻ്റെ ഫലം എങ്ങനെയാണ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത്? റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഈ വചനപ്രകാരം ബോധപൂർവം നമ്മെ തന്നെ തുടർമാനമായി പരിശുദ്ധാത്മ നിയന്ത്രണത്തിനായി സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സ്നേഹം. ഉപാധി കൂടാതെ അപരൻ ആര് തന്നെ ആയാലും അദ്ദേഹത്തിൻ്റെ ഗുണത്തിനായി ബലിയായി തീരുന്നതാണ് സ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ദൈവസ്നേഹം. ഗുണവാനല്ലാത്ത മറ്റൊരാൾക്കു വേണ്ടി സ്വയം ബലിയായി തീരുന്നതാണ് അതിൻ്റെ അത്യുച്ചകൂടി. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തു ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. സന്തോഷം. ജീവിതത്തിലെ ഏത് സാഹചര്യമായാലും ദൈവാശ്രയത്തിലും സഹിത്വത്തിലും സ്വർഗം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആന്തരിക അനുഭവമാണ് ക്രിസ്തീയ സന്തോഷം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തീയ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ദൈവകൃപയാണ്. ആനന്ദം ഒരു സന്ദർഭത്തോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ സന്തോഷം എപ്പോഴും തുടരുന്നതാണ്. സമാധാനം. യഥാർത്ഥ സമാധാനത്തിൻ്റെ ദാതാവ് ദൈവമാണ്. ഏതവസ്ഥയിലും യാതൊരു നിരാശയും വ്യാകുലതയും ഇല്ലാതെ ബാഹ്യവും ആന്തരികവുമായ സ്വസ്ഥത അനുഭവിക്കുന്നതാണ് സമാധാനം. സമാധാനം പ്രാപിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. അനുഭവിക്കണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. ആശിക്കണം. 2 പത്രോസ് 3-ാം അധ്യായം 14-ാം വാക്യം. പ്രസംഗിക്കണം. എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ദീർഘക്ഷമ. വിവരങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ ഇടം നൽകുന്നതിന് മുമ്പ് മനസ്സിനെ ദീർഘമായി നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. ദയ. ഒരുവന്റെ നിസ്സഹായാവസ്ഥയിൽ അവൻ ചെയ്യുന്ന ക്രിയാത്മകമായ രചനാത്മകമായ അനുകമ്പയ്ക്ക് ദയ എന്ന് പറയാം. ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം വെളിപ്പെടുത്തുന്ന വിഷയമാണ് ദയ. ഒരുവന് ദൈവം തന്നിട്ടുള്ള സ്രോതസ്സുകൾ, നന്മകൾ എന്നിവ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെടുത്തുമ്പോൾ ദയ പ്രതിഫലിക്കുന്നു. പ്രതിഫലേച്ഛയില്ലാതെ, പ്രതികാര മനോഭാവമില്ലാതെ രഹസ്യമായി ദയ കാണിക്കണം. പരോപകാരം. ദയയിൽ നിന്നുദ്ഭവിക്കുന്ന സൽപ്രവൃത്തിയാണ് പരോപകാരം. നന്മ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് നന്മ ചെയ്യുക എന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. നന്മ വാങ്ങുവാനുള്ളതല്ല, കൊടുക്കുവാനുള്ളതാണ്. വിശ്വസ്തത. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തോടും മനുഷ്യനോടും നമുക്കുള്ള കടപ്പാടുകളിൽ ആത്മാർത്ഥതയും സത്യസന്ധവുമായി നാം പുലർത്തുന്ന മാനസികാവസ്ഥയെ വിശ്വസ്തത എന്ന് വിളിക്കാം. സൗമ്യത. എന്നും പഠിക്കാനുള്ള മനോഭാവം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. പ്രകോപനമുണ്ടാകുന്ന ഏതവസ്ഥയിലും ശാന്തമായിരിക്കുക. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നതാണ് താഴ്മ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ഇന്ദ്രിയ ജയം. പാപപ്രകൃതിക്കെതിരായും ദൈവപ്രമാണത്തിന് അനുകൂലമായും ദൈവമക്കൾ തങ്ങളെ തന്നെ നിയന്ത്രിക്കുന്നതിന് ഇന്ദ്രിയ ജയം എന്ന് പറയാം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഭക്ഷണപാനീയങ്ങളുടെ മേൽ നിയന്ത്രണം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. വിവാഹേതര ലൈംഗിക വികാരങ്ങളുടെ മേൽ നിയന്ത്രണം. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 1-ാം വാക്യം. ചിന്തകളുടെ മേൽ നിയന്ത്രണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം. ആകുല ചിന്തകളുടെ മേൽ നിയന്ത്രണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഫലം കായ്ക്കുന്നതിൻ്റെ വ്യവസ്ഥകൾ. 1. ക്രിസ്തുവിൽ വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. വ്യക്തിപരമായ വചനധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം ക്രിസ്തുവിൽ വസിക്കുന്നു. 2. ആറ്റരികത്ത് നിൽക്കുക. 1-ാം സങ്കീർത്തനം 3-ാം വാക്യം. ദൈവവചനമെന്ന ആറ്റരികെ നിൽക്കണം. വചനം രാവും പകലും ധ്യാനമാക്കുന്ന മറ്റുള്ളവർക്ക് തണലേകുന്ന
ഒരു ഭക്തന്റെ ജീവിതമാണ് ഈ ഫലവൃക്ഷം. 3. ചെത്തി വെടിപ്പാക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം. ശോധനയിലൂടെ കടക്കുന്ന വിശ്വാസിയാണ് അധികം ഫലം പുറപ്പെടുവിക്കുന്നത്. ഫലം കായ്ക്കുന്ന വിധങ്ങൾ. 1. യേശുക്രിസ്തുവിൽ നീതിഫലം നിറഞ്ഞവരാകണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം. സുവിശേഷ വേലയിൽ സാമ്പത്തിക പങ്കാളിത്തം വഹിക്കുക. നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എൻ്റെ വേലയ്ക്ക് ഫലം, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കും വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും. വേദപുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. ജ്ഞാനവതിയായ അബീഗയിൽ. എഴുതിയത് ജിൻസി ജിമ്മി. അസാധാരണമായ ജ്ഞാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരാവിഷ്കാരമാണ് ബൈബിളിലെ അബീഗയിൽ എന്ന സ്ത്രീ. വിവേകത്തിൻ്റെയും കൃപയുടെയും ഒരു ഉത്തമ ഉദാഹരണമായി അവളെ ചിത്രീകരിച്ചിരിക്കുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലാണ് അവളുടെ ജ്ഞാനത്തെയും മനസ്സാന്നിധ്യത്തെയും കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. പ്രതികൂലത്തിൻ്റെയും ഭീതിയുടെയും ആശങ്കയുടെയും മധ്യേ അബീഗയിലെ ജ്ഞാനം പ്രത്യാശയുടെയും പ്രശ്നപരിഹാരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു മാർഗനിർദ്ദേശമായി മാറി. സമ്പന്നനെന്നാലും നിഷ്ഠൂരനും ബുദ്ധിഹീനനുമായ നാബാൽ എന്ന വ്യക്തിയുടെ ഭാര്യയായാണ് നാം അബീഗയിലിനെ ആദ്യം കാണുന്നത്. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ദാവീദും അവൻ്റെ ആളുകളും നാബാലിനെ സമീപിച്ചപ്പോൾ ക്രൂരതയോടുകൂടെ അവരെ ആട്ടിപ്പായിക്കുകയാണ് നാബാൽ ചെയ്തത്. അതും നാബാലിനെ വളരെ ആപത്ഘട്ടത്തിൽ സഹായിച്ച ആളുകളോട് തന്നെയാണ് ഇത് ചെയ്തതെന്നും ഓർക്കണം. നാബാലിൻ്റെ ഈ അവഗണന ദാവീദിൻ്റെ ഉള്ളിലെ കോപത്തെ ഉണർത്തി. നാബാലിൻ്റെ കുടുംബത്തോട് ഒന്നടങ്കം പ്രതികാരം ചെയ്യുവാൻ ദാവീദ് മനസ്സിൽ നിശ്ചയിച്ചു. ഈ അവസരത്തിൽ വരാൻ പോകുന്ന അപകടത്തെ മുൻ കണ്ടുകൊണ്ട് നാബാലിൻ്റെ ഭാര്യയായ അബീഗയിൽ വളരെ ശ്രദ്ധാപൂർവം ചിന്തയോടെ നീങ്ങി. തൻ്റെ ഭർത്താവിൻ്റെ ബുദ്ധിഹീനത പരുത്തുവാൻ പോകുന്ന വിനാശത്തെ മുൻ കണ്ടുകൊണ്ട് അവൾ വളരെ ബുദ്ധിപൂർവം കരുക്കൾ നീക്കി. അവളുടെ അവിശ്വസനീയമായ ജ്ഞാനവും ധീരതയും വളരെ വേഗം പ്രവർത്തന നിരതമായി. ദാവീദിനെ വഴിമധ്യേ സന്ധിച്ച അവൾ അവനെ അനുനയിപ്പിക്കുന്നതിനായി ക്ഷമ ചോദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അബീഗയിൽ ദാവീദിനോട് പറയുന്ന വാക്കുകളിൽ നിന്ന് അവളുടെ താഴ്മയും ആലോചനാ ശക്തിയും ജ്ഞാനവും വളരെ പ്രകടമാണ്. ദാവീദിന്റെ നേതൃത്വത്തെ അവൾ അംഗീകരിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്നതിനായി വളരെ വിനയത്തോടെ ക്ഷമയാചിക്കുകയും ചെയ്യുന്നു. അബീഗയിലിൻ്റെ ഈ ജ്ഞാനപ്രവൃത്തിക്ക് ഫലം കണ്ടു. ഒരു രക്തച്ചൊരിച്ചിലിനെ അവൾ ഒഴിവാക്കി എന്ന് മാത്രമല്ല, ദാവീദിന്റെ ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും അവൾ പാത്രമാവുകയും ചെയ്തു. കേവലം വാക്കുകളിൽ നിന്നും മാത്രമല്ല അബീഗയിലിന്റെ ജ്ഞാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്, മറിച്ച് സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആശങ്കകളുടെ നടുവിലും വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിലൂടെയാണ്. വിവേകത്തോടൊപ്പം തന്നെ അനുകമ്പയും നീതിബോധവും അവളുടെ പ്രവൃത്തികളിൽ നിറഞ്ഞു നിന്നിരുന്നു. ജീവിതത്തിൽ കഷ്ടതകളുടെയും ഭീതിയുടെയും അവസരങ്ങൾ വരുമ്പോൾ അവയെ എങ്ങനെ ധൈര്യപൂർവ്വം വിവേകത്തോടെ നേരിടാമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അബീഗയിൽ എന്ന സ്ത്രീയുടെ ജീവിതം. പ്രതികൂലങ്ങൾ വരുമ്പോൾ ഓടിയൊളിക്കാതെ ധീരതയോടെ നേരിടുവാൻ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം അത്യന്താപേക്ഷിതമാണെന്ന് അബീഗയിലിന്റെ ജീവിതം ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ. ഗീതേ, ഗീതേ, ബ്രേക്ക്ഫാസ്റ്റ് ഇനി എടുത്തു വെച്ചില്ലേ? സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതിനിടയിൽ ജെറി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എനിക്ക് 8:30 സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ? ജെറിമോനെ, ദാ കൊണ്ടുവരുന്നു. ഓ, നിന്റെ ചട്ടുകാലം വെച്ച് കൊണ്ടുവരുമ്പോഴേക്കും എന്റെ ബസ് കടന്നു പോവും. ജെറിയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടുകൊണ്ട് അമ്മാമ്മ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ജെറിമോനെ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവളെ പേര് വിളിക്കരുതെന്നും അവളോട് ഇങ്ങനെ സംസാരിക്കരുതെന്നും? ഓ, അമ്മാമ്മ ഉപദേശം തുടങ്ങി. എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും, പറയും. കേട്ടില്ലേ അവൻ തർക്കുത്തരം പറയുന്നത്? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും വലിയ കാരണവന്മാരെ പോലെയാ വർത്തമാനം. ആരോട് എങ്ങനെ എപ്പോൾ സംസാരിക്കണമെന്ന് ഒന്നും അറിയില്ല.
ഒന്നേ ഉള്ളുവെന്ന് വെച്ച് ഒരുപാട് വാത്സല്യത്തോടെ വളർത്തിയതിന്റെ കുഴപ്പമാ. മതി മതി അമ്മാമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? ദേഷ്യത്തോടെ ജെറി കസേര വലിച്ചിട്ട് ഇരുന്ന് കഴിച്ചു തുടങ്ങി. ഗീതേ, നീ ഇത് മനസ്സിൽ വെക്കണ്ട കേട്ടോ, അമ്മമ്മ ഗീതയെ ആശ്വസിപ്പിക്കുവാൻ പറഞ്ഞു. സാരമില്ല അമ്മാമ്മേ, എനിക്കൊരു വിഷമവും ഇല്ല. ഗീത മെല്ലെ അടുക്കളയിലേക്ക് പോയി. ജെറിമോൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ വീട്ടിൽ സഹായത്തിന് വന്നതാണ് ഗീത. അന്നൊക്കെ രാവിലെ വന്നിട്ട് വൈകിട്ട് പോകുമായിരുന്നു. എന്നാൽ ജെറിമോന്റെ ഡാഡിയും മമ്മിയും കാനഡയ്ക്ക് പോയപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും കൂട്ടായും ജെറിമോനെ നോക്കുവാനും കൂടി ഗീത വീട്ടിൽ സ്ഥിരതാമസമായി. ഇപ്പോൾ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അവൾ. എല്ലാ കാര്യങ്ങളും വളരെ വിശ്വസ്തയോടെ ചെയ്യും. ചെറുപ്പത്തിൽ ഒരു പനി വന്ന് ഒരു കാല് തളർന്നുപോയി. എങ്കിലും ഒരു കാലിൽ ഓടി നടന്ന് പണികളെല്ലാം ചെയ്യും. ജെറി എപ്പോഴും ഓരോന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അതിന് അപ്പാപ്പനും അമ്മാമ്മയും ജെറി എന്നും വഴക്ക് പറയും. എന്തിനും ഏതിനും തർക്കുത്തരമേ പറയും. ഡാഡിയും മമ്മിയും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവൻ ആരെയും പേടിയില്ല. ഈ കുട്ടിയെ ഇനി ആര് പറഞ്ഞ് നന്നാക്കുമോ ആവോ? അമ്മാമ്മ മുകളിലോട്ട് നോക്കി നെടുവീർപ്പിട്ടു. ജെറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാഗും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു. ബസ് ഇറങ്ങി സ്കൂളിന്റെ പടിക്കെട്ടുകൾ കയറി അവൻ ക്ലാസിന്റെ വരാന്തയിൽ എത്തിയപ്പോഴേക്കും അവന്റെ കൂട്ടുകാരും എത്തി. ഉച്ചത്തിൽ ബഹളം വെച്ച് അവർ ക്ലാസ്സിൽ കയറി. അപ്പോൾ സാം മാത്യു തലേ ദിവസം ബോർഡിൽ എഴുതിയിരുന്നത് മായ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിലത്തെ ലൈനിൽ എഴുതിയിരുന്നത് മായ്ക്കുവാൻ അവൻ വളരെ പാടുപെട്ടു. കാരണം ആ ക്ലാസ്സിലെ ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയാണ് സാം. എന്നാൽ പഠനത്തിൽ അതിസമർത്ഥനാണവൻ. നല്ല താഴ്മയും വിനയവും അനുസരണവും ഉള്ള കുട്ടിയാണ് സാം. ജെറിക്കും കൂട്ടുകാർക്കും ഒഴിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അവൻ ചെറുതായതുകൊണ്ട് അവനെ സാമുണ്ട എന്നാണ് ജെറിയും സംഘവും വിളിക്കുന്നത്. സാം വലിഞ്ഞ് ബോർഡ് മായ്ക്കുന്നത് കണ്ട് ജെറി ഉച്ചത്തിൽ ചിരിച്ചു. എന്നിട്ട് കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, ഡാ, ഒരു ഗോവണി എടുത്ത് കൊണ്ട് കൊടുക്കടാ നമ്മുടെ സാമുണ്ടയ്ക്ക്. ഇത് കേട്ട് ക്ലാസ്സിലെ പെൺകുട്ടികളടക്കം എല്ലാവരും ഉച്ചത്തിൽ ചിരിച്ചു. അപ്പോഴാണ് ക്ലാസ് ടീച്ചർ വർഗീസ് സാർ കടന്നു വരുന്നത്. സാർ ഷീല ടീച്ചറിന് പകരം വന്നതാണ്. സാം ഡസ്റ്റ് മേശപ്പുറത്ത് വെച്ചിട്ട് തന്റെ സീറ്റിൽ പോയിരുന്നു. സൈലൻസ്, സൈലൻസ്. കുട്ടികൾ നിശബ്ദരായി. എന്താ ഇവിടെ ഇത്ര ബഹളം? സാർ തിരക്കി. മാളവിക ഉണ്ടായ സംഭവം സാറിനെ പറഞ്ഞു കേൾപ്പിച്ചു. സാർ എല്ലാ കുട്ടികളെയും ഒന്ന് നോക്കിയിട്ട് ജെറിയോട് പറഞ്ഞു, ജെറി, നീ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം. ഉപദേശിക്കാനായിരിക്കും. ഇവിടെ വന്ന എല്ലാ അധ്യാപകരും ഉപദേശിച്ച് നന്നാവാത്ത എന്നെയാണ് ഈ പുതിയ സാർ നന്നാക്കാൻ നോക്കുന്നത്. ജെറി പിറുപിറുത്തു. ജെറി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നാൽ ശരി. ഉച്ചയ്ക്ക് ജെറി വേഗം ഊണ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിന്റെ വാതിൽക്കൽ കാത്തു നിന്നു. ചെറിയൊരു ഭയം അവന്റെ ഉള്ളിൽ ഉണ്ടാകാതിരുന്നില്ല. പുതിയ സാർ എങ്ങനെയായിരിക്കും തന്നോട് പെരുമാറുക? പക്ഷെ മറ്റധ്യാപകരെ പോലെയല്ല, ഈ സാറിന്റെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് കാണുന്നുണ്ട്. ആ, ജെറി വന്നോ? വാ, നമുക്ക് ആ മരത്തിന് ചുവട്ടിലിരുന്ന് സംസാരിക്കാം. രണ്ടുപേരും അവിടെയുള്ള ഒരു സിമന്റ് ബെഞ്ചിലിരുന്നു. ജെറിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പാപ്പനും അമ്മാമ്മയും ഗീതയും. ആരാണ് ഈ ഗീത? വീട്ടിലെ ജോലിക്കാരിയാ. ജെറിയേക്കാൾ മൂത്തതാണോ? അത് എന്നേക്കാൾ ഒരുപാട് വയസ്സ് മൂത്തതാ. എന്നിട്ട് ജെറി അവരെ പേരാണോ വിളിക്കുന്നത്? അവനൊന്നും മിണ്ടിയില്ല. പിന്നെ ജെറിയുടെ മാതാപിതാക്കൾ? എന്റെ ഡാഡിക്കും മമ്മിക്കും കാനഡയിലാണ് ജോലി. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അവർ പോയതാണ്. ഓ, ശരി ശരി. പിന്നെ ജെറിയെ കുറിച്ച് ഞാൻ കേട്ടതെല്ലാം ശരിയാണോ? ജെറി എല്ലാവരോടും തർക്കുത്തരം പറയും, എല്ലാവരെയും കളിയാക്കുമെന്നൊക്കെ. ജെറി ഒന്നും മിണ്ടാതെ താഴെ നോക്കിയിരുന്നു. ജെറി സാമിനോട് അങ്ങനെ സംസാരിച്ചത് അവനെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ജെറി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സന്തോഷത്തിനും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന കയ്യടിക്കും വേണ്ടി നാം എന്തും പറയും ചെയ്യും. അത് ശരിയാണോ? മാത്രമല്ല, ഒരു വ്യക്തിയെ നശിപ്പിക്കുവാനും അവനെ മുമ്പോട്ട് നയിക്കുവാനും നമ്മുടെ സംസാരത്തിന് കഴിയും. ജെറി കേട്ടില്ലേ? യേശു കർത്താവിനെ യഹൂദന്മാർ കുറ്റം വിധിച്ച് യേശുവിനെതിരായി കള്ളസാക്ഷികളെ കൊണ്ട് പറയിച്ചപ്പോഴെല്ലാം യേശു ഒരക്ഷരം പോലും മിണ്ടാതെ മൗനമായിരുന്നു. യേശു കർത്താവിന് വേണമെങ്കിൽ അതെല്ലാം നിഷേധിക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിനെല്ലാം തർക്കുത്തരം പറയാമായിരുന്നു. പക്ഷേ പാപികളായ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു തന്നെത്താൻ താഴ്ത്തി മൗനമായിരുന്നു. ഞാൻ പറയുന്ന ജെറിക്ക് മനസ്സിലാകുന്നുണ്ടോ?
സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അവൻ തലയാട്ടി. അവന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. ഗീത ചേച്ചിയോട് ബഹുമാനമില്ലാതെ സംസാരിച്ചതും, അവരെ കാലിനെ കളിയാക്കിയതും, വല്യമ്മയോട് തർക്കുത്തരം പറഞ്ഞതും, ക്ലാസ്സിലെ കുട്ടികളെ കളിയാക്കുന്നതും എല്ലാം പെട്ടെന്ന് അവന്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു വന്നു. ഈറിനണിഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൻ സാറിനെ നോക്കി. കുറ്റബോധം നിഴലിക്കുന്ന അവന്റെ മുഖഭാവം കണ്ട് സാർ തുടർന്നു. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്നതായിരിക്കണം. നല്ല സംസാരത്തിന് അഥവാ തക്ക സമയത്ത് പറയുന്ന വാക്കുകൾക്ക് വേദപുസ്തകത്തിൽ പറയുന്ന എന്താണെന്ന് ജെറിക്കറിയാമോ? വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെയെന്ന്. സദൃശവാക്യങ്ങൾ 25:11. ഒരു വെള്ളിത്താലത്തിൽ സ്വർണ്ണ നിറമുള്ള ഒരു നാരങ്ങ ഇരുന്നാൽ എന്ത് രസമായിരിക്കും അത് കാണാൻ, അല്ലേ? അതുപോലെ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ. അത് മറ്റുള്ളവരെ വളർത്തുന്ന, ഉണർത്തുന്ന, ഉത്സാഹിപ്പിക്കുന്നതാകുമ്പോൾ എന്ത് മനോഹരമായിരിക്കും. സാർ, ജെറി സാറിനെ നോക്കി. എന്താ ജെറി, പറയൂ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല, ആരെയും കളിയാക്കില്ല. ഈ വാക്കുകൾ അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും വന്നതാണെന്ന് സാറിന് മനസ്സിലായി. സാർ അവനെ ചേർത്ത് പിടിച്ച് അവന്റെ തോളിൽ തട്ടി. വളരെ നല്ലത്. ജെറിയുടെ ഈ തീരുമാനം എന്നും കാത്തു സൂക്ഷിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ക്ലാസ് തുടങ്ങുവാനുള്ള സൈറൻ മുഴങ്ങി. ജെറി അത്യധികം സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് ഓടി, പുതിയൊരു തീരുമാനത്തോടെ. കൂട്ടുകാരെ, കണ്ടില്ലേ ജെറിയിൽ വന്ന മാറ്റം? നാം ഓരോ ദിവസവും സംസാരത്തിൽ എത്രയോ പേരെ വേദനിപ്പിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ പറയുന്ന ഓരോ വാക്കും ദൈവം ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്. മാത്രമല്ല, അതിന് നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ബൈബിൾ പറയുന്നു. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി 12:36. അതുകൊണ്ട് മധുരമായി, മൃദുവായി, സരസമായി, ലളിതമായി നമുക്ക് സംസാരിക്കാം. നമ്മുടെ സംസാരം കേൾക്കാൻ ഇമ്പമായിരിക്കട്ടെ. അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. അതിനായി എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന്. വീക്ഷണം. അലങ്കാരം. എഴുതിയത് അനിത ജെസ്സി ജോൺസൺ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. വേദപുസ്തകത്തിൽ സ്ത്രീകൾക്കുള്ള അലങ്കാരങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗമാണിത്. ഈ ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന ബൈബിളിലെ ഒരു സ്ത്രീ കഥാപാത്രമാണ് രൂത്ത്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും വിശ്വാസത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും ചരിത്രമാണ് രൂത്തിൽ നിന്നും പഠിക്കാനാവുന്നത്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും ക്രിയാത്മക സമീപനമായിരുന്നു രൂത്തിനുണ്ടായിരുന്നത്. മോവാബി യുവതിയായ രൂത്ത് മഹ്ലോന്റെ ഭാര്യയായി നവോമിയുടെ ഭവനത്തിൽ ജീവിതം ആരംഭിച്ചത് മുതൽ ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ചും എബ്രായരുടെ ജീവിത രീതികളെക്കുറിച്ചും കുടുംബജീവിതത്തിൽ വ്യക്തിബന്ധങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും അവൾ മനസ്സിലാക്കിയിരുന്നു. ആകസ്മികമായി ഉണ്ടായ തന്റെ ഭർത്താവിന്റെ വിയോഗം അവളെ തളർത്തിയിരുന്നു. ഇത് രൂത്തിന്റെ ജീവിതത്തിൽ ഏറെ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യമായിരുന്നു. എന്നിട്ടും അവൾ ആ കുടുംബത്തിൽ തന്നെ ജീവിച്ചു. നവോമിയുടെ ഇളയ മകനും മരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് ബുദ്ധിമുട്ടുകളേറി വന്നു. അങ്ങനെ നവോമി സ്വദേശമായ ബത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചു. തന്റെ തീരുമാനം മരുമക്കളെ അറിയിച്ചു. അവർക്ക് അവരുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള അനുവാദവും കൊടുത്തു. ഇത് രൂത്തിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ വെല്ലുവിളിയായിരുന്നു. രൂത്തിന് ഒരു ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയം കൂടിയായിരുന്നു അത്. ഒരു വശത്ത് സ്വന്തം ഭവനവും ദേശവും, മറുവശത്ത് തന്റെ ഭർത്താവിന്റെ അമ്മയും അവരുടെ ദേശവും. ഇവിടെ രൂത്ത് ഒട്ടും പതറിയില്ല. അവൾ അമ്മായിയമ്മയ്ക്കൊപ്പം നിൽക്കുവാൻ തീരുമാനമെടുത്തു. രൂത്ത് തന്റെ അമ്മാവിയമ്മയോട് പറ്റി നിന്നു. അവരോടൊപ്പം സ്വന്തം ദേശം വിട്ട് ബത്ലഹേമിലേക്ക് പോകുകയും ചെയ്തു. നവോമിക്കൊപ്പം ബത്ലഹേമിലെത്തിയ രൂത്തിനെ കാത്തിരുന്നത് വ്യത്യസ്തമായ ചില അനുഭവങ്ങളായിരുന്നു. വൃദ്ധയായ മാതാവിനും തനിക്കും നിത്യവൃത്തിക്കുള്ള വക അവൾ തന്നെ കണ്ടെത്തേണ്ടി വന്നു. മാതാവിന്റെ അനുവാദത്തോടുകൂടെ അവൾ ജോലി അന്വേഷിച്ചിറങ്ങി.
കൊയ്ത്തു നടക്കുന്ന ഒരു വയലിൽ അവൾ എത്തി. തികച്ചും ഈ പുതിയ സാഹചര്യത്തെ ധൈര്യത്തോടെ അവൾ അഭിമുഖീകരിച്ചു. വേല ചെയ്തുകൊണ്ടിരുന്നവരുടെ ഇടയിൽ നടന്ന് വീണ് കിടക്കുന്ന കതിർ പെറുക്കുവാൻ അനുവാദം ചോദിക്കുവാനും അവൾ മടിച്ചില്ല. എന്നിട്ട് വേഗത്തിൽ അവൾ വേല തുടങ്ങി. അവൾ ആശ്രയിച്ച ഇസ്രയേലിന്റെ ദൈവം അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. കതിരുകൾ പിറക്കിക്കൂട്ടിക്കൊണ്ടിരുന്ന ഈ യുവതിയെ വയലിന്റെ ഉടമയായ ബോവസ് ശ്രദ്ധിച്ചു. അവളിലെ വേല ചെയ്യുവാനുള്ള ഉത്സാഹം അദ്ദേഹത്തെ അതിശയിപ്പിച്ചു. അവൾക്ക് വേണ്ടുന്ന എല്ലാ കരുതലും സഹായങ്ങളും ചെയ്യുവാനായി ബോവസ് തന്റെ ബാല്യക്കാരോട് പറഞ്ഞു. യജമാനന്റെ ശ്രദ്ധയെ പിടിച്ചുപറ്റാനായി അവൾക്ക് പുറമേയുള്ള ഒരു അലങ്കാരവും ആവശ്യമായിരുന്നില്ല. എന്നാൽ അവളുടെ കഠിനാധ്വാനം, ഉത്സാഹം, സ്നേഹം, അനുസരണം, വിശ്വാസം, അർപ്പണബോധം ഇവയെല്ലാം അടങ്ങുന്ന അക്ഷയഭൂഷണത്താൽ അവൾ ശ്രദ്ധിക്കപ്പെട്ടു. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വിലയേറിയതാണ്. അതുകൊണ്ട് ദൈവം അവൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. പിൽക്കാലത്ത് അവൾ ബോവസിന്റെ ഭാര്യയായി, ഓബദിന്റെ അമ്മയായി, ദാവീദ് രാജാവിന്റെ വല്യമ്മയായി, ഒടുവിൽ യേശു കർത്താവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. രൂത്ത് നമുക്കൊരു മാതൃക തന്നെയാണ്. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിക്കപ്പെടുവാനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. வெள்ளித்தட்டில் வைக்கப்பட்ட பொற்பழம். ஒரு நாள் திருமணத்திற்கு வரனை காண்பித்த பெண்ணின் பெற்றோரிடம், ஒரு குட்டி தேவாங்கு போல் இருக்கும் இவனா எனக்கு வரன், என் தகுதி என்ன, அவன் தகுதி என்ன என்றாள். இதை கேட்ட அந்த வரன் மிகவும் ஆத்திரமுடையவனாய் அவளின் நாவை பிடுங்காமல் விடமாட்டேன் என்று சொல்லி அவளை கழுத்தில் வெட்டி கொலை செய்தானாம். அவளின் ஒரு வார்த்தை அவளின் வாழ்க்கைக்கு முற்றுப்புள்ளியானது. வேதம் ஒவ்வொரு விசுவாசிகளும் மற்றவர்களிடம் எப்படி பேச வேண்டும், எப்படி பேசக்கூடாது என்று கற்றுத்தருகிறது. சகோதரிகள் அதிகம் பேசுகிறவர்கள். நீதிமொழிகள் 25வது அதிகாரம் 11வது வசனத்தில் ஏற்ற சமயத்தில் சொன்ன வார்த்தை வெள்ளித்தட்டில் வைக்கப்பட்ட பொற்பழங்களுக்கு சமானம் என்று நாம் பார்க்கிறோம். தேவனுடைய பிள்ளைகளும் ஏற்ற சமயத்தில் சரியானதை பேச வேண்டும். அதற்கு வேதத்தில் நிறைய உதாரணங்களை பார்க்கிறோம். 1 சாமுவேல் 25வது அதிகாரத்தில் சரியான நேரத்தில் சரியானதை பேசின அபிகாயில் என்ற ஒரு பெண்மணியை நாம் பார்க்க முடியும். அவள் தனக்கும் தன்னுடைய கணவருக்கும் தன்னுடைய குடும்பத்துக்கும் நிகழப்போகும் அழிவை புரிந்து கொண்டவளாய் சரியான நேரத்தில் சரியானவைகளை பேசினதினால் தானும் தன்னுடைய குடும்பமும் காக்கப்படவும் அவள் ஒரு ராஜாவின் மனைவியாகவும் திகழ வாய்ப்பு நேர்ந்தது. எல்லாவற்றிற்கும் நமக்கு மாதிரியாய் திகழ்கிற நம்முடைய இரட்சகராகிய இயேசு கிறிஸ்து இவ்வுலக வாழ்க்கையில் தான் ஊழியம் செய்யும் போது சமாரியா பெண்மணியார் தண்ணீர் முள்ள வந்தபோது சரியான நேரத்தில் சரியானவைகளை பேசினதினால் அவளும் அவளோடு சேர்ந்து அநேகர் அந்த கிராமத்தில் கிறிஸ்துவை விசுவாசிக்க நேர்ந்தது. அது மட்டுமல்ல, தன்னுடைய வாழ்க்கையிலும் சிலுவை மரணத்திலும் உயிர்த்தெழுதலிலும் கூட சரியான காரியத்தை சரியான நேரத்தில் பேசின நம்முடைய இரட்சகரை நாம் ஒரு எடுத்துக்காட்டாக பார்க்க முடியும். இப்படிப்பட்ட மாதிரிகள் ஏராளம். இவர்கள் சரியான நேரத்தில் சரியானவைகளை பேசினபடியினால் ஒரு வெள்ளி பாத்திரத்தில் ஒரு பொன்னினால் செய்யப்பட்ட பழத்தின் ஒளி எப்படி இருக்குமோ அவ்வளவு ஒளி கொடுக்கிறவர்களாய் இருந்தார்கள். இன்றும் விசுவாச சகோதரிகளான நாம் கொலோசியர் 4வது அதிகாரம் 6வது வசனத்தின்படி உங்கள் வசனம் எப்பொழுதும் கிருபை பொருந்தினதாயும் உப்பால் சாரம் மேறதுமாயும் இருப்பதாக என்ற வசனத்தை கேட்டபடி வார்த்தைகள் எப்போதுமே மற்றவர்களுக்கு ருசியை கொடுப்பதாகவும் வெளிச்சத்தை கொடுப்பதாகவும் காணப்பட வேண்டும். அப்படிப்பட்ட வார்த்தைகளையே பேச வாஞ்சிப்போம். Youth Special. Talk sensibly, achieve great heights. Written by Sheba Johnson. Life is grand adventure, and guess what? You've got the ultimate guide, the timeless wisdom of the Bible. Think of this article as your personal roadmap, helping you find the extraordinary in the everyday, conquer challenges, savor victories, and uncover lessons in sacrifice, love, and redemption. Now, here's a golden nugget. Speaking sensibly isn't just a skill. It's a powerful tool to please God, shower blessings on yourself, and bear fruit for His purpose. So,
Let's chat about living victoriously with divine wisdom, where triumphs aren't just moments to embrace, they are opportunities to thrive. How do you use your power of word? Ever thought about the power your words hold? It's not just about connecting, expressing, sharing, influencing, or problem solving. It's all of that and more. Take a moment to ask yourself, do your words draw a crowd offering comfort and inspiration? In a world buzzing with technology, the influence of words remains unmatched. Word of mouth still takes the crown. We trust recommendations from people we know over any flashy advertisement. So, here's a thought. Let's embrace the timeless wisdom of the Bible. Our words can shape meaningful connections and leave a lasting positive impact during our journey on this earth. Let's make every word count. Indeed, your words hold significant power, giving you plenty of reasons to exercise caution. Let's delve into well-known instances that offer substantial evidence. Korah's spoken defiance had severe consequences. Numbers chapter 16. Miriam's criticism spoke against Moses resulted in God's intervention. Numbers chapter 12. The Israelites' grumbling despite witnessing God's resulted in God's judgment, condemning their generation to wander in the wilderness. Numbers chapter 14. Ananias and Sapphira's deceit through a lie was severely punished. Acts chapter 5. King Herod's blasphemy was struck by God as a consequence of wrongfully taking credit for divine attributes. Acts chapter 12. Job's friends, while initially offering support, later spoke wrongly about God's intentions and Job's suffering. Some positive impacts to learn from. A well-known fact about Solomon's well-spoken words with God. 1 Kings chapter 3 verses 9 and 10. Our Lord Jesus Christ's teaching was the epitome of wisdom, used parables, metaphors, and direct teachings to convey profound spiritual truths. His words continue to inspire and guide millions even today. Try to follow his path to reap the benefits of wisdom and heavenly blessings. Do you use your words to inspire and uplift, fostering a good vibe? 1 Thessalonians chapter 5 verse 11. To respect, recognize the inherent value in others. Luke 6 verse 31. To respond in calm and measured manner. Proverbs 15 verse 1. Count those blessings, express gratitude. Every win, big or small, deserves a shout out. 1 Thessalonians chapter 5 verse 18. To allow reconciliation and healing. Colossians chapter 3 verse 13. To speak with empathy, understand others' emotions and experiences. Romans chapter 12 verse 15. To declare glory, victory, and success through faith. Philippians chapter 4 verse 13. Let's talk about something that can truly elevate our lives, leveraging the wisdom from the Bible. It's not just about ancient teachings. It's about practical, real-life strategies that can help us talk sensibly and reach great heights in everything we do. First up, Proverbs chapter 16 verse 24 teaches us to choose words that are kind and gracious. Imagine the impact if we all communicated with great respect and empathy. It's a game changer, right? Then there's Proverbs chapter 15 verse 1 nudging us to practice active listening and approach conversations with humility. Everyone's got a story and every perspective is valuable. That's the beauty of it. Colossians chapter 4 verse 6 chips in with a golden nugget. Let us be intentional with our words. Our conversations can be full of grace and wisdom, making every interaction count.
Ephesians chapter 4 verse 29 reminds us to be builders, not just of structures but of people. Imagine a world where our words uplift and encourage. It's a world worth creating. And let's not forget the wisdom of seeking advice, striving for excellence, embracing resilience, and valuing meaningful relationships. These aren't just principles, they are a roadmap to personal and professional growth. So, here's the deal. Let's bring integrity into every action, aligning our words with our deeds. Proverbs chapter 10 verse 9. And in the midst of it all, let's cultivate a spirit of gratitude. 1 Thessalonians chapter 5 verse 18. Bringing Bible wisdom into our daily lives isn't just a nice idea, it's a powerhouse move. It's the secret sauce to powerful communication and personal growth. So, here's to reaching new heights together. Thank you.